മനുഷ്യർക്ക് മുന്നേ ബഹിരാകാശത്തിലെത്തിയത് മൃഗങ്ങളാണ്. ബഹിരാകാശ യാത്ര ചെയ്യുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിനെ വളരെയധികം ബാധിക്കുമെന്നാണ് മുൻപ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത്. എന്നാൽ അതേസമയം ശരിയായ മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ബഹിരാകാശ യാത്രകൾ നടത്താമെന്ന് മറുവിഭാഗം ശാസ്ത്രജ്ഞർ തർക്കിച്ചിരുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ തർക്കങ്ങൾ നടത്തുന്നതിനിടയിൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. അതായത് പലതരം ജീവിവർഗത്തിനെയും ബഹിരാകാശത്തിൽ അയച്ച് നടത്തുന്ന പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റി. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സ്പേസിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യന് സ്പേസിലേക്ക് പോകാനുള്ള വാതിൽ തുറന്നു തന്നത് ഈ മൃഗങ്ങളാണ്. എലികളും കുരങ്ങുകളും നായകളുമൊക്കെ. പക്ഷേ ബഹിരാകാശത്തിൽ എത്തിയ ശേഷം ഇവയ്ക്ക് എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് ബഹിരാകാശത്തിന്റെ ഗുരുത്വാകർഷണ ബലമില്ലായ്മയും റേഡിയേഷനുമൊക്കെ മനുഷ്യ ശരീരത്തിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരുന്നു. മനുഷ്യരെ നേരിട്ടയച്ച് പരീക്ഷിക്കാൻ കഴിയാത്തതിനാൽ മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം മുതൽ തന്നെ പല മൃഗങ്ങളെയും പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. 1783 ഒരു ആട്, കോഴി, താറാവ് എന്നീ 3 ജീവികളെ വലിയ ഹോട്ട് എയർ ബലൂണിൽ കയറ്റി പരീക്ഷണം നടത്തി. പക്ഷേ വെറും 3.2 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ് അവ എത്തിയത്. അതിനാൽ തന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തന്നെ ആ ജീവികൾ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. അത് വലിയ അതിശയകരമായ കാര്യമൊന്നുമല്ല. എന്നാൽ ആദ്യമായിട്ട് ബഹിരാകാശത്തിലെത്തിയത് ഫ്രൂട്ട് ഫ്ലൈസ് എന്ന ചെറിയൊരു തരം ഈച്ചകളായിരുന്നു. 1947 അമേരിക്കയുടെ V2 റോക്കറ്റിലാണ് ഇവയെ ബഹിരാകാശത്തിലേക്ക് അയച്ചത്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 108 കിലോമീറ്റർ ഉയരത്തിലൂടെ ഇത് പറക്കുകയും സുരക്ഷിതമായിട്ട് നിലം തൊടുകയും ചെയ്തു. ബഹിരാകാശത്തിന്റെ ഗുരുത്വാകർഷണ ബലമില്ലായ്മയും സമ്മർദ്ദവുമൊന്നും തന്നെ ഈ കുഞ്ഞു ജീവികളെ യാതൊരു തരത്തിലും ബാധിച്ചില്ല. പക്ഷേ ഇതിനുശേഷം അയച്ച ജീവികളുടെയൊക്കെ കഥകൾ അവസാനിച്ചത് അത്ര സന്തോഷകരമായിട്ടായിരുന്നില്ല. അടുത്ത വർഷം, അതായത് 1948 ആൽബർട്ട് 1 എന്നൊരു കുരങ്ങിനെ V2 റോക്കറ്റിൽ വിക്ഷേപിച്ചു. മനുഷ്യന്റെ DNA-യുമായിട്ട് വലിയ തോതിൽ സാമ്യതയുള്ളതിനാലാണ് അവർ കുരങ്ങിനെ അയച്ചത്. നിർഭാഗ്യവശാൽ ശ്വാസതടസ്സവും സമ്മർദ്ദവും കാരണം വെറും 60 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ തന്നെ ആൽബർട്ട് 1 മരിച്ചുപോയി. എന്നാൽ 1949 ആൽബർട്ട് 2 എന്ന പേര് നൽകിയ മറ്റൊരു കുരങ്ങിനെ V2 റോക്കറ്റിൽ വിക്ഷേപിച്ചു. അത് 133 കിലോമീറ്റർ ഉയരത്തിലെത്തി. അങ്ങനെ ആൽബർട്ട് 2 ബഹിരാകാശത്തിലെത്തിയ ആദ്യത്തെ കുരങ്ങായി. നിർഭാഗ്യവശാൽ തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്തിൽ പാരച്യൂട്ട് പ്രവർത്തനരഹിതമായതിനാൽ ആൽബർട്ട് 2ഉം മരിച്ചുപോയി. ഇവരെ മാത്രമല്ല 32-ൽ കൂടുതൽ കുരങ്ങുകളെയാണ് ശാസ്ത്രജ്ഞർ ബഹിരാകാശത്തിലേക്ക് അയച്ചത്. റീസസ് മെക്കാക്കോസ്, സൈനോമോൾഗസ്, സ്ക്വിറൽ മങ്കീസ്, പിഗ് ടെയിൽഡ് മങ്കീസ്, അങ്ങനെ പലതരം കുരങ്ങുകളെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിൽ 20-ൽ കൂടുതൽ കുരങ്ങുകളും പരീക്ഷണത്തിനു ശേഷം ജീവനോടെ ഉണ്ടായിരുന്നില്ല. ചിമ്പാൻസികളെയും ഇങ്ങനെ ബഹിരാകാശത്തിൽ അയച്ചിട്ടുണ്ട്. 1950 ആദ്യമായിട്ട് ഒരു എലിയെ ബഹിരാകാശത്തിൽ അയച്ചു. അമേരിക്കയാണ് അതിനെ അയച്ചത്. 137 കിലോമീറ്റർ ഉയരത്തിലൂടെ ഈ റോക്കറ്റ് പറന്നു. പക്ഷേ തിരിച്ചു വരുന്ന സമയത്തിൽ ആ പേടകം തകർന്നു. ഇതിനു പുറമെ വേറെയും എലികളെ 1950കളിൽ അയച്ചിരുന്നു. അതിലൊട്ടുമിക്ക എലികളുടെയും കഥകൾ അവസാനിച്ചത് അത്ര രസകരമായിട്ടല്ല. 1951 സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് നായകളെ ബഹിരാകാശത്തിൽ അയച്ചു. 2 നായകളെ ഒരുമിച്ചാണ് അയച്ചത്. ടിസിഗൻ ആൻഡ് ഡെസിക് എന്നായിരുന്നു അവയുടെ പേരുകൾ. ഇവ ഉപരിതലത്തിൽ നിന്നും 101 കിലോമീറ്റർ ഉയരത്തിലെത്തി. യാത്രയ്ക്ക് ശേഷം ഇവ സുരക്ഷിതമായിട്ട് തിരിച്ച് നിലം തൊടുകയും ചെയ്തിരുന്നു. തിരിച്ചു വന്നെങ്കിലും ഡെസിക് പിന്നീട് ഒരാഴ്ച മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനെ വീണ്ടും അടുത്ത ദൗത്യത്തിനു വേണ്ടി ഉപയോഗിച്ചു. ആ ദൗത്യം പരാജയപ്പെടുകയും ഡെസിക് മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെ 1950കളിൽ
12 നായകളെയാണ് സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിച്ചത്. അവരതിനുവേണ്ടി തെരുവ് നായകളെയാണ് ഉപയോഗിച്ചത്. കാരണം തെരുവ് നായകളാകുമ്പോൾ കൂടുതൽ മാരകമായ അവസ്ഥകളിലും അതിജീവിക്കാൻ കഴിവുള്ളവയായിരിക്കും. അങ്ങനെ 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 2 ലൈഗ എന്നൊരു നായയെ സ്പേസിലേക്ക് അയച്ചു. ആദ്യമായിട്ട് ഭൂമിക്ക് ചുറ്റും വലം വെച്ച ജീവി ലൈഗയായിരുന്നു. ലൈഗയെ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ ലൈഗ തിരിച്ചു വരില്ല എന്ന് ഗവേഷകർക്കറിയാമായിരുന്നു. ഭൂമിയെ ഭ്രമണം വയ്ക്കുന്നതിനിടയിൽ വിക്ഷേപിച്ച് ഏകദേശം 7 മണിക്കൂറുകൾക്ക് ശേഷം പേടകത്തിനുള്ളിൽ വെച്ച് തന്നെ ലൈഗ മരിച്ചുപോയി. പേടകത്തിനുള്ളിലുണ്ടായ രൂക്ഷമായ ചൂടും അതിതീവ്രമായ സ്ട്രെസ്സുമാണ് ലൈഗയുടെ മരണത്തിനു കാരണമായത്. 5 മാസങ്ങൾക്ക് ശേഷം 1958 ഏപ്രിൽ 14 സ്പുട്നിക് 2 പേടകം തിരിച്ച് ഭൂമിയിൽ പതിച്ചു. ഉള്ളിൽ ലൈഗയുടെ ബോഡിയും ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്തിൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പേടകം മുഴുവൻ കത്തി നശിച്ചു. ഈ 5 മാസങ്ങൾക്കിടയിൽ 2570 തവണ സ്പുട്നിക് 2 ഭൂമിയെ വലം വെച്ചു. ഈ വിവരങ്ങളൊന്നും തന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ പുറത്തുവിട്ടിരുന്നില്ല. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യാവസ്ഥകളൊക്കെ പുറം ലോകം അറിയുന്നത്. ലൈഗയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ വീണ്ടും പല നായകളെയും കുരങ്ങുകളെയും തവളകളെയും മുയലുകളെയും ഒക്കെ ബഹിരാകാശത്തിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അതിൽ ചില ജീവികൾ തറയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന സമയത്തിൽ തന്നെ വിസ്ഫോടനത്തിൽ മരിച്ചുപോയിരുന്നു. അന്നത്തെ കാലത്തുണ്ടായിരുന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇന്നത്തേതിൻ്റെ അത്ര സുരക്ഷിതമായിരുന്നില്ല. ലൈഗയുടെ പരിതാപകരമായ ദുരന്തത്തിനു ശേഷം 1961 സ്പുട്നിക് 5 എന്നൊരു പേടകം വിക്ഷേപിച്ചു. അതിൽ ബെൽക്ക ആൻഡ് സ്ട്രെൽക്ക എന്ന പേരുള്ള 2 നായകളും അവയ്ക്കൊപ്പം ഒരു മുയൽ, 42 എലികൾ, 2 നച്ചലുകൾ, പിന്നെ കുറച്ച് ഈച്ചകളും ഉണ്ടായിരുന്നു. ദൗത്യത്തിനു മുൻപ് ഈ നായകൾക്ക് ധാരാളം ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. ബഹിരാകാശത്തിലെത്തിയ സ്പുട്നിക് 5 ഒരു തവണ ഭൂമിക്ക് ചുറ്റും വലം വെച്ച ശേഷം തിരിച്ച് ഭൂമിയിൽ വന്ന് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. അതിലുണ്ടായിരുന്ന 2 നായകളും ഉൾപ്പെടെ ബാക്കി എല്ലാ ജീവികളും സുരക്ഷിതരായിരുന്നു. അവയ്ക്ക് വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ തന്നെ താരങ്ങളായിരുന്നു ഈ 2 നായകൾ. 1961 അമേരിക്കയും വെറുതെ ഇരുന്നില്ല. ഹാം എന്നൊരു ചിമ്പാൻസിയെ അവർ സ്പേസിലേക്ക് അയച്ചു. വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് അവർ ഹാമിനെ വിക്ഷേപിച്ചത്. ഉപരിതലത്തിൽ നിന്നും 252 കിലോമീറ്റേഴ്സ് ഉയരത്തിൽ ഹാമിൻ്റെ പേടകം പറന്നു. ഒരു നീല ലൈറ്റ് കത്തുന്നത് കണ്ട് 5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു ചെറിയ ലിവർ വലിക്കണമെന്നതായിരുന്നു ഹാമിൻ്റെ ദൗത്യം. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നേരത്തെ തന്നെ ഹാമിന് നൽകിയിരുന്നു. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക. ഹാമിനെ സ്പേസിലേക്ക് അയക്കുമ്പോൾ ഹാമിന് വെറും 3.5 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ബഹിരാകാശത്തിലെ പ്രയാസകരമായ അവസ്ഥകൾക്കിടയിലും ഹാം തന്നെ ഏൽപ്പിച്ച ജോലി, അതായത് ലിവർ വലിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് ഹാമിൻ്റെ ധീരതയെ ഇന്നും പലരും പ്രശംസിക്കുന്നത്. ഹാമിൻ്റെ പേടകം വളരെ സുരക്ഷിതമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നു പതിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1983 ഹാം ലോകത്തിനോട് വിട പറഞ്ഞു. ഒരുപാട് മൃഗങ്ങളെ അയച്ച ശേഷം 1961 ഏപ്രിൽ 12 ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ബഹിരാകാശത്തിലെത്തുകയും ഭൂമിയെ വലം വയ്ക്കുകയും ചെയ്തു. അത് സോവിയറ്റ് യൂണിയന്റെ വലിയൊരു വിജയമായിരുന്നു. പക്ഷേ അപ്പോഴും മൃഗങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചിരുന്നില്ല. 1963 ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ ഫെലിസെറ്റ് എന്നൊരു പൂച്ചയെ സ്പേസിലേക്ക് അയച്ചു. 160 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ഫെലിസെറ്റിന്റെ പേടകം തിരിച്ച് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. 1966 സോവിയറ്റ് യൂണിയൻ വെട്രോക്ക് ആൻഡ് ഉഗല്യോക്ക് എന്ന പേരുകളിൽ 2 നായകളെ വീണ്ടും ബഹിരാകാശത്തിലേക്ക് അയച്ചു. 22 ദിവസങ്ങൾ ആ പേടകം ഭൂമിയെ ഭ്രമണം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ ജീവിച്ച നായകളെന്ന സ്ഥാനം ഇന്നും ഈ 2 നായകൾക്കാണ്. 1968 സോവിയറ്റ് യൂണിയൻ സോണ്ട് 6 എന്നൊരു പേടകം വിക്ഷേപിച്ചു. അതിൽ 2 റഷ്യൻ ആമകൾ, ഈച്ചകൾ, മണ്ണിരകൾ, ചെടികൾ, ബാക്ടീരിയ എന്നിങ്ങനെ പലതരം ജീവികൾ ഉണ്ടായിരുന്നു. സോണ്ട് 6 ചന്ദ്രനെയാണ് വലം വെച്ചത്. നിർഭാഗ്യവശാൽ തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചതും ആ പേടകം മുഴുവൻ കത്തി നശിച്ചു.
1969 അമേരിക്ക ബോണി എന്നൊരു കുരങ്ങിനെ സ്പേസിലേക്ക് അയച്ചു. ഒരു മാസം ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന രീതിയിലാണ് അവർ ദൗത്യം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ സ്പേസിലെത്തിയതും ബോണിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി. പെട്ടെന്ന് അവർ ദൗത്യം നിർത്തലാക്കി പേടകത്തിനെ തിരിച്ച് ഭൂമിയിലിറക്കി. സുരക്ഷിതമായിട്ട് നിലം തൊട്ടെങ്കിലും അടുത്ത ദിവസം തന്നെ ബോണി മരണപ്പെട്ടു. ഇതുപോലെ നിരവധി മൃഗങ്ങളെയാണ് പരീക്ഷണത്തിന് വേണ്ടി സ്പേസിലേക്ക് അയച്ചിട്ടുള്ളത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം മൃഗങ്ങൾക്കൊന്നും വാർത്തകളിൽ ഇടം ലഭിക്കാതെയായി. എന്തായാലും കാലക്രമേണ സ്പേസ് യാത്രകൾ സുരക്ഷിതമാകാൻ തുടങ്ങി. പിന്നീട് അയക്കുന്ന മൃഗങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് തിരിച്ചു വരികയും ചെയ്യാൻ തുടങ്ങി. ഇന്ന് സ്പേസ് യാത്രകൾ എന്നത് അത്യധികം സുരക്ഷിതമായി കഴിഞ്ഞു. പക്ഷേ പണ്ട് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മൃഗങ്ങൾ കാരണമാണ് ഇന്ന് മനുഷ്യന് യാതൊരു കുഴപ്പവുമില്ലാതെ ബഹിരാകാശത്തിൽ പോകാൻ കഴിയുന്നത് എന്ന സത്യം മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.